പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 19 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിൻ്റെ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൊഴിലാളികൾ
മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നീപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട്, ഭീഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഞാൻ പറയണ ശ്രദ്ധിച്ചേക്കണേ. കാര്യം ലോകത്തിൽ എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പടി എടുത്ത മനുഷ്യർ ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. ആതുരാലയങ്ങളിലും, കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും, ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ആതുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഉടമ്പടി എടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവരും സൽപ്രവൃത്തികൾ ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയുകയാണ്. സൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും. കാര്യം സൽപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തിയുണ്ട്, നിഷ്കളങ്ക സൽപ്രവൃത്തിയുണ്ട്, രക്ഷാകര സൽപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തിയുണ്ട്. അവ 3 തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത്. ഒന്ന് കളങ്കിത സൽപ്രവൃത്തി. അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. യെശയ്യാ 64:6 ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മലിനവസ്ത്രം പോലെയുമാണ്. ഇത് POC ബൈബിളാണ്. അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജിമയാണ്. ഈ ലാറ്റിൻ മൂലം ഉൾഗാത്തായിൽ നിന്ന് എടുത്ത തർജ്ജിമയാണ് നമ്മളുടെ മുത്തേടത്തിൻ്റെ പഴയ ബൈബിള്, മലയാളം ബൈബിള്. മുത്തേടത്തിൻ്റെ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയാണ്. മുത്തേടത്തിൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അത് ലാറ്റിൻ ട്രാൻസ്ലേഷനാണ് മലയാളത്തിലേക്ക്. അത് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെയാണ്. അപ്പം ചില സൽപ്രവൃത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സംഭവം സൽപ്രവൃത്തിയായിരിക്കും, പക്ഷേ ആ ഉദ്ദേശശുദ്ധിയില്ലേ, അവിടെയാണ് ശുദ്ധ സൽപ്രവൃത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സൽപ്രവൃത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ ചാരിറ്റി ലെവല്, സുവിശേഷ വിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിൽ. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദ്ദേശിക്കണത്, ഉടമ്പടി സൽപ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നിങ്ങളൊരു ആംഡായിട്ടുള്ള എക്വിപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആകുക. കാര്യം ഈ ദൈവമായിട്ട് ഈക്വലായിട്ട് നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സുവിശേഷവിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്നതിന് സൽപ്രവൃത്തിയാണ്. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് അത് കളങ്കിത സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കുന്നതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മലിന വസ്ത്രം പോലെയാകും. ആ മാലിന്യം വരും. അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങളുടെ മാലിന്യമാണ് വരേണ്ടത്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റബിൾ അല്ല. മലിന വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഡിറ്റർജൻ്റ് ഉണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബൈബിൾ അവസാനിപ്പിക്കണത്. വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ്. വെളിപാട് 7:13-14 വെളിപാട് 7:14. അതെ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? വെള്ള അങ്കി, മല്ലമല്ലാത്ത വസ്ത്രം, വെള്ള അങ്കി അണിഞ്ഞ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇവര് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ. ഞെരുക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതല്ല പ്രശ്നം. ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ, ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവർ. ഇപ്പം നമ്മുടെ സൽപ്രവൃത്തികൾ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സഹനം കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും. അപ്പം അത് നല്ലതാണ്. ശരിക്കും ഈ സൽപ്രവൃത്തികളെ ദൈവത്തിന് മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ. ഏതാണത്? ക്രിസ്തുവിൻ്റെ രക്തവും കർത്താവിൻ്റെ സഹനമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സഹനങ്ങളിൽ മറ്റുള്ളവർ ആണ് അതിൻ്റെ കാരണമെങ്കിലും അവിടെ കഴുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും, അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും. അപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല. കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.